പതുക്കെ പോ ചാച്ചാ. രാജേനെ തോപ്പിക്കാൻ നോക്കോ. ഇനി മക്കളെ തിരിച്ചു വയ്ക്കോ കേട്ടോ. എന്നാ പിന്നെ ഞങ്ങളിനി പോയിട്ട് പടിയുള്ളതാ. വൈകുന്നേരം വരാം. സെമിനാറിൽ അറിയിക്കാൻ ആള് പോയിട്ടുണ്ട്. പോകാം. കുട്ടിയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ വേറെ? ഇല്ല. കുറച്ച് ബ്ലഡ് വേണ്ടി വരും. എന്റെ മതിയാവില്ലേ? എ പോസിറ്റീവ് ആണോ? നോക്കിയിട്ടില്ല. വരൂ. മോനെങ്ങനെ? പുറമേ ഫ്രാക്ചർ ഒന്നും ഇല്ല. തലയ്ക്കുള്ളിൽ വല്ല ഇഞ്ചുറി ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, എ പോസിറ്റീവ് ആണ്. കുറച്ചുകൂടി ബ്ലഡ് എടുക്കണം. ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാനാ. തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. ഞാൻ പറഞ്ഞിട്ട് മതി. ശരി. ആരാണ് ഈ ആനി? കുട്ടിയുടെ അമ്മയാണ്. ഏതായാലും എമർജൻസി അല്ലല്ലോ. ബ്ലഡ് പുറമേ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറയും. സിസ്റ്റർ, കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. വേണമെങ്കിൽ ചീഫ് ടെക്നീഷ്യനോട് വിളിച്ചോളൂ. മോനെ, നല്ല വേദനയുണ്ടോ? ഒന്നുമില്ല. ഇങ്ങനെ ബഹളം വെക്കാതെ ഒന്ന് പറയൂ ഫാദർ. ബഹളം വെക്കരുത്, ബഹളം വെക്കരുത്. അത് കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടോ, ചിരിച്ചോണ്ടല്ലേ കിടക്കുന്നത്. ലേശം പനിയുണ്ട്, അത്രേ ഉള്ളൂ. പനി ഇത് കുറച്ച് പാലാണ്. നല്ലോണം ആറ്റിയിട്ട് ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. കരയാൻ പാടില്ല. മോനു, കരയല്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഇരിക്കൂ. കാലത്ത് ആ ആക്സിഡന്റ് പറ്റിയ കുട്ടി ടോണി, കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും? കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഹെഡ് ഇഞ്ചുറി ഒന്നുമില്ല. ഹീൽ ബി ഓൾ റൈറ്റ്. താങ്ക് ഗോഡ്. ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അതാണ് ഞാൻ തന്നെ നേരിട്ട് വന്നത്. സിസ്റ്റർ, കുട്ടിയുടെ അമ്മയില്ലേ ആനി, ഒന്ന് വരാൻ പറയൂ. ശരി ഡോക്ടർ. ഈ ഫാമിലിയെ ഫാദറിന് എങ്ങനെ അറിയാം? ഞങ്ങളുടെ ഓർഫനയിലായിരുന്നു രണ്ടുപേരും, ആനിയും ജോണിയും. ലവ് മാരേജാ. ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറാ. വരൂ. കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലവേദന, പനി ഒക്കെ വരാറുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഈ ആക്സിഡന്റിന് ശേഷം? നോ, ഐ എം ആസ്കിംഗ് അബൌട്ട് യു. എനിക്കോ? മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക, അങ്ങനെ എന്തെങ്കിലും? ഓ, 2-3 തവണ എങ്ങനെ ഉണ്ടായി. ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് സൈനസൈറ്റിസിന്റെ ആണെന്നാ. ഒരു തരം വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല. ഇങ്ങനെ
അകത്ത് വന്ന് സ്ക്വീസ് ചെയ്യുന്ന മാതിരി? ഇടയ്ക്കിടയ്ക്ക് വരും, ഈ ചെന്നിക്കുത്ത് പോലെ. എന്തെങ്കിലും മരുന്ന് കഴിക്കും, അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്താ ഡോക്ടറെ? ഒന്നുമില്ല. മിസ്സിസ് ആനി ഒരു 5 മിനിറ്റ് പുറത്തിരിക്കുമോ? അല്ല, എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്, അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതല്ല ഫാദർ, കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത്. ആദ്യം ഒരു സംശയം തോന്നി, അത് റീകൺഫേം ചെയ്തു. ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ്. ഫാദർ, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ ഫാദർ? ജോണി എന്ന് വരും. 2 ദിവസം കഴിയും. എന്താ? എന്താ അച്ചോ? എന്നീന്ന് എന്താ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ മോന് വല്ല കുഴപ്പമുണ്ടോ? ഏയ്, he is all right. പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത്? ആനി ഏതായാലും കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഞാനോ? എന്തിന്? എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഈ ഡോക്ടർമാര് പറയുന്നത് അങ്ങനെ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അഡ്വൈസ് ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എന്നോട് തുറന്നു പറയണം. ഈ പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. എന്താച്ചോ? ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ആനിയുടെ ബ്ലഡിൽ ഈ വൈറ്റ് കോർപ്പസൽസിന്റെ കൗണ്ട് വളരെ കൂടുതലാണെന്നാണ്. അതിന് മരുന്ന് കഴിച്ചാൽ മാറില്ലേ? മരുന്ന് കഴിച്ചാൽ കുറച്ച് പഴകിപ്പോയതുകൊണ്ട് ചീത്തയാകുന്ന ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ്, ഈ ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന, അതല്ലാതെ വേറൊന്നും ചെയ്യാനില്ലെന്നാ ഡോക്ടർ പറയുന്നത്. എന്റെ കർത്താവേ, ആനി തളർന്നു പോകരുത്. മനസ്സിന്റെ ശക്തി ചോർന്നു പോകാൻ സമ്മതിക്കരുത്. ആയുസ് നീട്ടിക്കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടുന്ന് പോകുമ്പോഴേ എനിക്കൊരു ലക്ഷണപ്പശക തോന്നിയത്. നീ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചായിരുന്നു മക്കളെ? ഞാൻ ആ വണ്ടി പോലും കണ്ടില്ല ചാച്ചാ. പിന്നെങ്ങനെയാ നമ്പർ ശ്രദ്ധിക്കുന്നേ? കള്ള കഴിവറാമോന്മാര്. എന്നാ ഒന്ന് നിർത്തി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് നോക്കുക.
അവനെയൊക്കെ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ. ഞാനില്ലാത്തപ്പോ നീയല്ലേ അനി കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ? അനി, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഡേടാ അതൊക്കെ ഇറങ്ങ. ഒരാഴ്ച നല്ലോണം ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എല്ലാം കരിഞ്ഞോടാ? ആ കരിഞ്ഞു. മോനു വേണോണ്ട, നീ എടുക്കണ്ട. ആരുമില്ല. ചാച്ചാ ഞങ്ങളെയും കൂടെ ഒരു റൗണ്ട് കൊണ്ടുപോവോ? പിന്നെന്താ, വേറെ മക്കൾ വണ്ടിയത്. എന്താ എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല. എന്തിനാ അമ്മ കരയുന്നേ? പേടിച്ച പോലെ ഒരു അപകടവും ഇല്ലാണ്ട് ടോണി തിരിച്ചു വന്നല്ലോ, അതിന്റെ സന്തോഷത്തിലാ. എല്ലാവർക്കും ഇത്തിരി കാപ്പി തിളപ്പിക്കാം. വേറെയും കിട്. വിവരങ്ങളൊക്കെ അവനെ ഇങ്ങനെ അറിയിക്കാതിരിക്കുന്നത് ശരിയാണോ? അവക്ക് അവനോട് പറയാനുള്ള ധൈര്യമില്ല. അവൻ വില്ലനും കള്ളനും ഒന്നും അല്ലച്ചോ. മനസ്സിന് കട്ടിയില്ലാത്തവനാ, ഒരു പാവം. ഈ വിഷമം കയറി അവനിനി കള്ളുഷാപ്പിൽ തന്നെ താമസമാക്കുമെന്ന ആനയുടെ പേടി. എന്നോടൊന്ന് പറയാനാ അവള് പറയുന്നേ. ഞാൻ എങ്ങനെ അച്ചോ ഇങ്ങനൊരു കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛൻ വല്യപിതാവിനെ കാണുമ്പോൾ ഒന്ന് പറയണം. ഈ അവസ്ഥയിൽ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യം പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാണ്. ഏറിപ്പോയാൽ അവക്കിനി ഒരു കൊല്ലം. ഞാൻ പറഞ്ഞു നോക്കാം. അച്ഛൻ പറഞ്ഞു നോക്കിയാ പോരാ, അരവനെന്ന് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കാം. നമ്മളെത്തി. ഇറങ്ങി പോയി ഏത് പോയി? ഇവിടെ പട്ടി നല്ല വടിയെടുത്തോ നീക്കോ. ആഹാ, എന്നാടാ വീതടാ, നോക്കിച്ചാ നീ കോഴിയെ വിടാ. ആരെയാടാ വിളിക്കുന്നേ? കിട്ടിയടാ, വേണ്ടടാ ഫോട്ടോ. അനിയേ, കഴിഞ്ഞ ആഴ്ച മനോരമ പാചകവിധി കണ്ടതുപോലെ ഇതിനെ തന്തൂരിയോ ബാംഗ്ലൂരിയോ ഒക്കെ ഒന്ന് ആക്കടി. കുടിയും കൂത്താട്ടും ഒക്കെ ഷാപ്പിലും പരിപാടിയിലും മതി. ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല. ഒച്ച വയ്ക്കണ്ട. സന്ധ്യ സമയത്ത് പിള്ളേർക്ക് 4 അക്ഷരം പഠിക്കണം. അനേ, ഇറങ്ങി വാടി. ആനമ്മക്ക് ഇഷ്ടത്തിന് പിന്നെ എന്തിനാ നമ്മള് അലമ്പാക്കുന്നത്? ഞങ്ങൾ പോവാ. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നിങ്ങൾ പോവാൻ വരട്ടെ. ഇതെന്റെ വീടാണോ അതോ അവളുടെ വീടാണോ അതോ അവളുടെ തന്തയുടെ വീടാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. നമ്മള് പോവാ, നമുക്ക് ഷാപ്പിലേക്ക് പോവാം. ഞാനാണോ നീയാണോ ഈ വീടിന്റെ നാഥൻ? പറയടേ, ഞാനാണോ നീയാണോ? തലയിരിക്കുമ്പോ ആടുകൂടി. ഓ, എന്റെ പരിചയക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിച്ചതും പോരാ, ഇപ്പൊ നോക്കി പേടിപ്പിക്കുന്നു. കുഞ്ഞേ, ആപ്പച്ച.
അനി, നമ്മുടെ മോൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന് ഞാനൊരിത്തിരി കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാമല്ലോ എന്ന് കരുതിയ. നീ എന്നോട് ക്ഷമിക്കാനീ, തെറ്റ് എന്റെയാ. ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ, അവസാനത്തേതുവാ. നീ എന്നോട് ക്ഷമിക്കേ. ജോണി ഒന്നും അറിയരുതെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പറയാൻ എനിക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാ. ജോണിക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ലെന്ന് അറിയാവുന്നുണ്ടാ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ജോണിയുടെ ഈ പോക്ക് കാണുമ്പോ ഇനിയെങ്കിലും ജോണി ഒന്നും അറിയാതിരുന്നാൽ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഏത് നേരവും ഞാനും കുഞ്ഞുങ്ങളും മനസ്സൊരുക്കി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. പിന്നെന്തിനാണ് കർത്താവ് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ ജോണി. ആനി പറ, എല്ലാം ഞാൻ അനുസരിക്കാം. സത്യം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല. തീരുമാനിക്കപ്പെട്ടത് അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. ഇനി ഞാൻ അധികകാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ജോണി. എന്താ നീ പറഞ്ഞേ? ഒരുപാട് പഴകിപ്പോയെന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞു. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ എന്താ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോൻ ആശുപത്രി കിടന്നപ്പോ അവന് കൊടുക്കാൻ വേണ്ടിയാ എന്റെ ബ്ലഡ് എടുത്തത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അറിഞ്ഞു.